മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന് വിട നൽകി കേരളം. ഉദയംപേരൂരിലെ കണ്ടനാട് വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. ഔദ്യോഗിക ബഹുമതികളോടെ ആയിരുന്നു സംസ്കാരം. ഇന്നും എല്ലാവർക്കും നന്മകൾ നേടുന്നു എന്ന കുറിപ്പും പേനയും സംവിധായകൻ സത്യനന്ദിക്കാട് ഭൗതികദേഹത്തിൽ സമർപ്പിച്ചു. ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കണ്ടനാട്ടെ പാലാഴി വീട്ടിലേക്ക് എത്തിയത്. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, ശ്രീനി യാത്രയായിരിക്കുന്നു. മലയാള സിനിമയുടെ ഒരു കാലഘട്ടം അവശേഷിപ്പിച്ച് വൈകാരികമായ ചടങ്ങുകൾ, ധ്യാനിൻ്റെയൊക്കെ വല്ലാത്ത സങ്കട നിമിഷങ്ങൾ നമ്മൾ പ്രേക്ഷകർ കണ്ടു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർത്തും വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. സാധാരണഗതിയിലേക്ക് 10 മണിക്കാണ് സംസ്കാരം ചടങ്ങ് നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് സമയത്തോടനുബന്ധിച്ചായിരിക്കും തിരക്കത്തോടെ. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പുലർച്ചെ മുതൽ തന്നെ, നമ്മളിവിടേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വരികയായിരുന്നു. തമിഴകത്തെ നടൻ സൂപ്പർ സ്റ്റാർ സൂര്യ രാവിലെ തന്നെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും മടങ്ങുകയും ചെയ്തു. അങ്ങനെ നിരവധിയായ
താരങ്ങൾ അതോടുകൂടി രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വരികയും അതോടൊപ്പം പലരും തന്നെ ഇവിടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടാണ് മടങ്ങുന്നത്. ഇപ്പോൾ പോലും നടന്മാരായ നിവിൻ പോളിയും അതോടൊപ്പം തന്നെ അജു വർഗീസ് മേൽ ഇപ്പോഴാണ് അല്പം മുമ്പാണ് മടങ്ങിയത്. അവരെല്ലാം ഇവരുടെ ഒരു വലിയ ഉറ്റക്കൂട്ടുകാരടക്കം ഇവരിവിടെ തന്നെ തുടരുകയാണ്. അങ്ങനെ ഇവിടേക്ക് വന്നവരാരും തന്നെയും ഈ സംസ്കാര ചടങ്ങുകൾ കഴിയാതെയല്ല പോയത്. എല്ലാവരും ഇവിടെ തന്നെ തുടർന്ന് അത്രമേലൊരു വൈകാരിക അടുപ്പം ശ്രീനിവാസൻ ചുറ്റുപാടുകളും സൗഹൃദങ്ങളുമായും എല്ലാം സൂക്ഷിച്ചിരുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകുകയാണ്. സത്യനന്ദിക്കാട് ഈ ചടങ്ങിൽ ഉടനീളം ശ്രീനിവാസന്റെ എത്രയോ സിനിമകളുടെ സംവിധാനം നിർവഹിച്ച, ശ്രീനിയുടെ വരികൾ ശ്രീനി എഴുതിയതൊക്കെ അഭ്രപാളികളിൽ പകർത്തിയ സംവിധായകൻ തൻ്റെ സിനിമയോടുള്ള ഓർമ്മകൾ പങ്കുവച്ചത് അത് എല്ലാവർക്കും എന്നും നന്മകൾ നേരുന്നു എന്ന കുറിപ്പും ഒരു പേനയും ഭൗതികദേഹത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു. ആജ്ഞ ഏറെ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾക്ക് ആജ്ഞയും സാക്ഷ്യം വഹിച്ചു കാണും. ഏറെ വൈകാരികമായ കുറേ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ സെന്റ് മേരീസ് സ്കൂൾ തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ഹൈസ്കൂളിലൂടെ ഒരു അനുസ്മരണ യോഗം നടത്തിയാണ്. അനുസ്മരണ യോഗത്തിൽ സത്യനന്ദിക്കാട്, ബിനോയ് വിശ്വം, അതുപോലെ പി പ്രസാദ്, കൃഷ്ണമന്ത്രി പി പ്രസാദ്, മുകേഷ് ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രമുഖരായ ആളുകളൊക്കെ ശ്രീനിവാസൻ മലയാള സിനിമയിൽ ജീവിതത്തിൽ ഒക്കെ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസിനെ പറ്റി അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അനുസ്മരണ സമ്മേളനം അവിടെ പുരോഗമിക്കുകയാണ്. ആജ്ഞയിലേക്ക് വരാം. ഡാനി കേൾക്കാമെന്ന് കരുതുന്നു. തുടരാം. ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അല്പം മുമ്പാണ് ചടങ്ങുകൾക്ക് തൃപ്പൂണിത്തുറയിലെ വീട് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ അനുസ്മരണ സമ്മേളനം പുരോഗമിക്കുകയാണ്. സത്യനന്ദിക്കാട്, മുകേഷ് അടക്കമുള്ളവർ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഈ സമ്മേളനത്തിൽ ശ്രീനിവാസനെ അനുസ്മരിക്കുന്നുണ്ട്. ഡാനി കേൾക്കാമോ? ഡാനി ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് സങ്കടത്തോടെ ശ്രീനിവാസനെ യാത്രയയക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകരും വലിയ നഷ്ടമായി കാണുന്ന ഒരു വേർപാട്. എത്രത്തോളം വൈകാരികമായിരുന്നു ഡാനി ചടങ്ങുകൾ? ഡാനിലേക്ക് വരാം. ഇന്നും അനവധി ആളുകൾ അങ്ങോട്ടേക്ക് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുമെന്നെത്തി. സാധാരണക്കാർ മുതൽ സൂപ്പർ താരങ്ങൾ വരെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചാണ് മടങ്ങിയത്. അവരിൽ ചിലർ മാധ്യമങ്ങളോട് സംസാരിച്ചു. വാക്കുകളിലേക്ക്. I've been a big fan of Srinivasan sir. சினிமால நான் வரதுக்கு முன்னாடி இருந்தே உங்க எல்லாரும் மாதிரியும் I've been following his work. இங்க கொச்சின்ல இருக்கும்போது இந்த நியூஸ் வந்தோடனே ரொம்ப சங்கடமா இருந்தது, ரொம்ப கஷ்டமா. ஸோ நேரில் வந்து வீட்டில் பார்க்கணும்னு ஆசைப்பட்டேன். அவரோட ஆத்மா சாந்தி அடையணும். அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் வந்து எப்பவுமே நிரந்தரமாக எல்லார் மனசுலையும் ஞாபகம் இருக்கும். அவர் ஆத்மா சாந்தி அடையணும். നന്ദി. എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്.
അല്ല, ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ മക്കളുടെ കൂടെയും ചെയ്തിട്ടുണ്ട് സിനിമ. നിങ്ങൾക്കൊരു പാഠപുസ്തകമല്ലേ? അയ്യോ, എല്ലാവർക്കും ഒരു പാഠപുസ്തകമല്ലേ. നമ്മളിവിടെ അഭിനയിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ കിട്ടും. വെറുതെ അഭിനയിക്കണം മാത്രമല്ല, ഒരുപാട് അറിവുകൾ കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് അഭിനയിച്ചത് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലി അല്ലേ? അതെ, നമുക്കൊക്കെ എപ്പോഴൊരു കോൺഫിഡൻറ്റ് തന്നിരുന്ന ഒരാളാണ്. കാരണം നമ്മളെപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും അതുപോലെ കറുത്ത ആൾക്കാർക്കും ഒക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ. അതൊരു ഒരേ രീതിയിൽ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് സിനിമയിലെന്നെല്ലാം തന്നെ കാണിച്ചു തരികയും തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. കൂടെ ഇരിക്കാനും ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് പഴയ കാര്യങ്ങൾ, അത് ചെറിയ നടനായാലും വലിയ നടനായാലും ഒക്കെ ഒരേപോലെ പെരുമാറുന്ന ഒരാളാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു സന്തോഷവും പിന്നെ നമുക്കൊരു അറിവുമാണത്. തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട്. ഏകദേശം ഒരു 40 വർഷത്തെ ഹൃദയബന്ധം ഷൈനിയേട്ടനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല.